ഹായ് ഗൈസ്, എന്താ പാട്? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം മനസ്സെന്നാവട്ടെ. ഈ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി നമ്മളെ സൗദി വീഡിയോൻ്റെ ഒരു കൺക്ലൂഷൻ വീഡിയോ ആണ്. കുറച്ച് ലോങ് ആവും. അപ്പം ബോറടിക്കുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളി, അല്ലെങ്കിൽ മൊത്തം കണ്ടോളി. അപ്പം സത്യം പറഞ്ഞാൽ കഴിഞ്ഞൊരാഴ്ചയായിട്ട് ഞാനൊരു ലൂപ്പിലായിരുന്നു. കഴിഞ്ഞൊരാഴ്ചയല്ല, കഴിഞ്ഞൊരു 2 മാസമായിട്ട് ലൂപ്പിലായിരുന്നു. ഇവിടെ സൗദിയിലുണ്ട്, നാട്ടിലുണ്ട്, സൗദിയിലുണ്ട്, നാട്ടിലുണ്ട്. പലരും ചോദിച്ചു, നമുക്ക് പ്ലാൻ ഒന്ന് ഔട്ട് ചെയ്യാനും വയ്യ. അപ്പം കഴിഞ്ഞ ആഴ്ചയാണ് അത് തീർന്നത്. വീഡിയോസ് കഴിഞ്ഞു. അപ്പോൾ ഒരു കൺക്ലൂഷൻ ചെയ്യണമെന്ന് തോന്നി. കുറച്ച് ആൾക്കാരെങ്കിലും വീഡിയോസ് വാച്ച് ചെയ്യണ കുറച്ച് ആൾക്കാർക്കെങ്കിലും കാര്യം പറയണമെന്ന് തോന്നി. സംഭവം ഞാൻ ഇവിടുന്ന് ഒരുപാട് വലിയ വലിയ പ്ലാനായിട്ടാണ് സൗദി ചെന്നത്. അവിടെ ഷോപ്പ് തുടങ്ങണം, സെറ്റിൽ ചെയ്യണം, അങ്ങനെ ഒരുപാട് പ്ലാനായിട്ടാണ്. പക്ഷേ അവിടെ എത്തി ലിറ്ററലി കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. പെട്ടെന്ന് നമുക്ക് എടുത്ത് ചാടി ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമ്മളിവിടെ ഒരു സിഗ്നേച്ചർ ചെയ്യണം, നമ്മളൊരു ബ്രാൻഡ് അത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. പിന്നെ എടുത്തു പറയാനുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഈ പോക്കും വരവും സ്മൂത്താക്കി എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. ഇഷാമിൻ്റെ ഉപ്പ, കരീം ക, നൗഫൽ ബായ്, അഫ്നാൻ ബ്രോ, അഷ്റഫ് ബായ്, പിന്നെ അഹമ്മദ് സാറ്, നമ്മുടെ മുസ്തഫ, പിന്നെ അമ്മയുടെ ഫ്രണ്ടും അവർ ഹസ്ബൻഡും. കാരണം അവർ അത്ര എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് സൗദി പോയി തിരിച്ചു വരാൻ പറ്റിയ, ഭാഷ പോലും അറിയാതെ. അപ്പം നമ്മളവിടെ പോയി എനിക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. മേ ബി എൻ്റെ ഇൻഎക്സ്പീരിയൻസ് ആവാം, എനിക്ക് കൃത്യമായ വ്ളോഗ് എടുക്കാൻ പറ്റില്ല. പലരും പറഞ്ഞു കേട്ടു എന്തോ ഫുഡ് വ്ളോഗ് മാത്രമാണോ എന്ന്. എനിക്ക് ഏറ്റവും സ്മൂത്തായിട്ട് എടുക്കാൻ പറ്റിയ ഫുഡാണ്, പക്ഷേ ബാക്കിയൊക്കെ എനിക്ക് പേടിയായിരുന്നു ക്യാമറ വയ്ക്കാൻ. അപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളൊന്നും പബ്ലിക് ചെയ്യാൻ പറ്റിയില്ല. കുറേ പ്രൈവസി ഇഷ്യൂ, അതിൽ എനിക്കും സങ്കടമുണ്ട്. കുറേ സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ആ ദമാമിലൊരു പ്രശ്നം വന്നപ്പം ലിറ്ററലി ആ വീഡിയോ നല്ല റീച്ചുമായി. എല്ലാവരും എൻ്റെ കുറേ ആൾക്കാർ എനിക്ക് ടെക്സ്റ്റും ചെയ്തു, ഹെൽപ്പ് വേണോ ബ്രോ എന്ന് ചോദിച്ചിട്ട്. എനിക്കതൊക്കെ ഭയങ്കര ഹാർട്ട് ടച്ചിങ് മൂമെൻ്റ് ആയിരുന്നു.